ഇത് നമ്മോടൊപ്പമുള്ളത് പതിവ് പോലെ ട്രിവാൻഡ്രം മെന്റൽ ഹെൽത്ത് സെന്ററിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ കെ ഗിരീഷാണ്. വെൽക്കം ഡോക്ടർ. നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത് എക്സാം ഫീവറിനെ കുറിച്ചായിരുന്നു. പെൺകുട്ടികൾക്കും അതുപോലെ ആൺകുട്ടികൾക്കുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അതുപോലെ പെൺകുട്ടികൾക്ക് പീരീഡ്സുമായി സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് സാധാരണ കുട്ടികൾക്ക് ഉറക്കമില്ലായ്മ, രാത്രിയിൽ പരീക്ഷയുടെ തലേന്ന് അല്ലെങ്കിൽ പരീക്ഷ ഉള്ള ദിവസം തന്നെ ഉറങ്ങാതെ ഇരിക്കുക, ഉറങ്ങാതെ രാവിലെ വന്ന് കുളിച്ച് എക്സാം ഇടുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടർ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കോൾ എടുക്കാം. ഹലോ ഹലോ മാഡം, ഡോക്ടറോട് സംസാരിക്കാമോ? ഡോക്ടറോട് സംസാരിച്ചോളൂ. സർ, എന്റെ പേര് രാഹുൽ എന്നാണ്. പറയൂ രാഹുൽ, നല്ല പേരാണ്. 15 years of age. 15 years. സർ, അപ്പോ ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോഴ് ഈയിടയ്ക്ക് എനിക്ക് ടെസ്റ്റിസില് ചെറിയൊരു തരത്തിലുള്ള ഒരു ഡൾ പെയിൻ, ഒരു ഡ്രാഗിങ് പെയിൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് ഗ്രേഡ് വെരിക്കോസീലാണെന്ന് പറഞ്ഞു. അപ്പോ എന്റെ ഡൗട്ട് സാർ, വെരിക്കോസീല് പിന്നീട് ഇജക്ട് ചെയ്ത് ഇറക്ഷൻ ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടാക്കുമോ സാർ? അല്ല, ഈ ഇപ്പൊ പേരെന്താ? രാഹുലോ? രാഹുൽ. രാഹുൽ 15 വയസ്സിൽ തന്നെ ഇത്രയും കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നതിൽ തന്നെ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നുന്നു. പക്ഷെ എന്തായാലും എന്റെ ഫ്രണ്ട്സ് എല്ലാം പറയുന്നു അത് പിന്നീട് പ്രശ്നം ഉണ്ടാക്കും എന്ന്. ആദ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന മാസ്റ്റർബേഷനും പിന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും തമ്മിലുള്ള ബന്ധം വളരെയധികം ഒരു മിത്താണ്, സങ്കല്പമാണ്, സത്യമല്ല. ഇപ്പോൾ സാധാരണഗതിയിൽ മാസ്റ്റർബേഷൻ ടീനേജ് കുട്ടികളിൽ വളരെ സാധാരണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും മാസ്റ്റർബേഷൻ നടത്തിയില്ലെങ്കിൽ അവർ തകർന്നു പോകുന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ബട്ട് ഇറ്റ് ഈസ് വെരി കോമൺലി പ്രാക്ടീസ്ഡ്, വെരി കോമൺലി സീൻ അമംഗ് ബോയ്സ് എസ്പെഷ്യലി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മാസ്റ്റർബേഷൻ കുഡ് ലീഡ് ടു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് ഏറ്റവും വലിയ തെറ്റാണ്, അങ്ങനെ സംഭവിക്കാറില്ല. പിന്നെ വെരിക്കോസ് വെയിൻ പോലത്തെ പ്രശ്നങ്ങൾ വളരെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതൊരു യൂറോളജിസ്റ്റിൻ്റെ സജഷൻ സ്വീകരിക്കാം. അതൊരു സ്ട്രക്ചറൽ, നമ്മുടെ ബോഡിയുമായി ഘടനയുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അതിൽ വേണ്ടിയിട്ടുള്ള സർജിക്കൽ ഇൻ്റർവെൻഷനോ മെഡിക്കൽ ഇൻ്റർവെൻഷനോ വാട്ട് എവർ ഈസ് നെസസറി അതവർ ചെയ്ത് കഴിയും. അതിൻ്റെ ഫലമായിട്ട് അത്തരം പ്രശ്നമില്ലാതെ തന്നെ നമുക്കൊരു ഭാവി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. പക്ഷേ ഒറ്റ കാര്യം രാഹുൽ മനസ്സിലാക്കേണ്ടത്, മാസ്റ്റർബേഷൻ ഈസ് ഈക്വൽ ടു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്നുള്ളത് വളരെ തെറ്റായ ധാരണയാണ്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല, അങ്ങനെ ഉണ്ടായിട്ടുമില്ല. പിന്നെ ഉണ്ടാവുന്ന എപ്പോഴും ചോദിച്ചു, ഞാൻ അതാണ് പറയാൻ പോയത്. ഈ വെരിക്കോസ് സർജറി കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള അമിതമായ ഭയം, നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഭയപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഈ ഭയം കാരണം നമുക്ക് താൽക്കാലികമായിട്ടുള്ള സൈക്കോജനിക്കായിട്ടുള്ള മാനസികമായ കാരണം കൊണ്ട് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാം, സൈക്കോജനിക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. അല്ലാതെ വെരിക്കോ സർജിക്കൽ ഇൻ്റർവെൻഷൻ കാരണം ഇത് ഉണ്ടാവും എന്നുള്ളത് തെറ്റായ ഒരു ധാരണയാണ്. എന്തായാലും രാഹുൽ എന്ത് ചെയ്യുന്ന കുട്ടിയാണ്? അപ്പോൾ ഏറ്റവും പ്രധാനം ആദ്യം എക്സാമിനേഷൻ ആണ്, പരീക്ഷയ്ക്ക് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് മാസ്റ്റർബേഷനും വെരിക്കോസ് വെയിനും നമുക്ക് നോക്കാം. ഓക്കെ, ഫൈൻ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് രാഹുൽ. ഡോക്ടർ, ഇപ്പോൾ ഈ രാഹുൽ പറഞ്ഞിരിക്കുന്നത് കൂടുതലായിട്ടും മാസ്റ്റർബേഷന്റെ കാര്യം, അതുമായിട്ട് കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുന്ന ഓരോ വിഷയങ്ങൾ യാതൊരു ബന്ധവുമില്ലാതെ ഇതിനെ കണക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഇപ്പൊ എക്സാമിന് പഠിക്കുക, അതല്ലാതെ തന്നെ ഇവർ തമ്മിൽ സ്കൂളിൽ കൂടുതൽ ചർച്ചാ വിഷയം ഈ സെക്സുമായി ബന്ധപ്പെടുത്തിയും അല്ലാതെ തെറ്റിദ്ധാരണകളും ഒക്കെയാണ്. ഇതിന് എങ്ങനെയാണ് ഒരു മാറ്റം സംഭവിക്കുക? അല്ല, രണ്ട് കാര്യങ്ങൾ ഗ്രീഷ്മ. ഒന്ന്, എക്സാമിന് പഠിക്കേണ്ടതും എക്സാം പഠിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നമ്മുടെ സമൂഹമാണ്. പക്ഷേ ഒരു ടീനേജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം, അത് കൗമാരം നമ്മുടെ സ്വാഭാവികമായി ഒരു മനുഷ്യനുണ്ടാകുന്ന ജീവശാസ്ത്രപരമായ മാറ്റങ്ങൾ നൽകുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു സമ്മർദ്ദം, ഇൻറ്റേർണൽ ഒരു കമ്പൽഷൻ വളരെ സ്ട്രോങ് ആണ്. അത് അയാളുടേതാണ്. പരീക്ഷ എന്ന് പറയുന്ന ഒരു നീഡ് അയാൾക്ക് സൊസൈറ്റി കൊടുത്തതാണ്, മറ്റത് അയാളുടെ ഡിമാൻഡാണ്. സ്വാഭാവികമായിട്ടും അയാൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുത്തു പോകും. മാത്രമല്ല, പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കണം, എങ്ങനെ മാർക്ക് വാങ്ങിക്കും, ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി ഒരുപാട് ലൗഡ് സ്പീക്കറുകൾ ചുറ്റും കിട്ടും. പക്ഷേ ലൈംഗികമായ സംശയങ്ങൾ തീർക്കുവാനും അതിൻ്റെ ഉത്കണ്ഠ മാറ്റുവാനും ആരുണ്ട്? സ്വാഭാവികമായിട്ടും അതുകൊണ്ട് പരീക്ഷയുടെ കടലാസുകളെ മാറ്റിവെച്ചും ലൈംഗിക സംശയങ്ങൾക്ക് ചോദ്യം ചോദിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ ഒരു പ്രായത്തിന്റെ നീതിയായിട്ട് നമുക്ക് പരിഗണിക്കാം. പക്ഷേ രാഹുൽ സംസാരിച്ചത് 15 വയസ്സെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി സംസാരിച്ച് അറിവുള്ളൊരു മുതിർന്ന വ്യക്തി സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് ഡോക്ടറിന് ഫീൽ ചെയ്തെന്ന് തോന്നുന്നു. ഗ്രീഷ്മ, അതിൻ്റെ ഒരു പ്രശ്നം നമുക്കിന്ന് ഇൻഫർമേഷൻ കിട്ടാനുള്ള സോഴ്സസിൻ്റെ പ്രത്യേകതയാണ്. ഫോർ എക്സാമ്പിൾ നെറ്റ് പോലത്തെ സോഴ്സിൽ നിന്നും ഒരു കുട്ടിക്കോ ഏതൊരു വ്യക്തിക്കും വേണ്ടതിലധികം ഇൻഫർമേഷൻ ഇഷ്ടംപോലെ കിട്ടും. ഒരുപക്ഷെ ഞാൻ അറിയുന്നേക്കാളും കൂടുതൽ ലൈംഗിക കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു 15-കാരനോ 14-കാരിക്കോ അറിയാൻ പറ്റിയിരിക്കും. കാരണം ദേ ആർ ഗെറ്റിംഗ് എക്സ്പോസ്ഡ് സോ മച്ച്. ഇപ്പോഴത്തെ പ്രശ്നം ഇൻഫർമേഷൻ്റെ
അഭാവമല്ല, ഇൻഫർമേഷൻ ഓവർലോഡാണ്, എസ്പെഷ്യലി ലൈംഗികതയായിട്ട്. പക്ഷേ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് റിലവൻ്റ് ആയിട്ടുള്ള ഏജിന് റിലവൻ്റ് ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു അവസ്ഥ നമുക്കില്ലാതെ പോകുന്നതിൻ്റെ പ്രശ്നമാണ്. ഞാനത് കുറച്ച് ദിവസത്തേക്ക് മുമ്പ് ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്കൂളിൽ 9ാം ക്ലാസ്സിലെ കുട്ടികളുമായിട്ട് ഈ വിഷയം കൗമാരപ്രായത്തിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി എണീറ്റ് എന്നോട് ചോദിച്ചു, സാർ, ഈസ് ഇറ്റ് റോങ് ടു ഡു ബഗ്ഗറി? ഈ ബഗ്ഗറി എന്നൊരു വാക്ക് അവിടെ ഇരുന്ന സാറുമാർക്കും മനസ്സിലായിട്ടില്ല, പലർക്കും മനസ്സിലായില്ല. ബഗ്ഗറി എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പറയുക അത്ഭുതമാണ്. ബഗ്ഗറിയുടെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏനൽ ഇൻ്റർകോഴ്സ് എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വാക്ക് ഈ കുട്ടിക്ക് കിട്ടിയത് തീർച്ചയായിട്ടും അതിൻ്റെ അനുഭവത്തിൽ നിന്നോ വായിച്ചോ അല്ല നെറ്റിൽ നിന്നാവുന്ന ഇത് സംശയമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അൺസെൻസേർഡ് ഓവർഫ്ലോ ഓഫ് ഇൻഫർമേഷൻസ് അതിവിടെ ഉണ്ട്. പക്ഷെ അതിനെ വേണ്ട വിധത്തിൽ എങ്ങനെ നമുക്കതിനെ സ്വീകരിക്കാം, എങ്ങനെ ഫിൽട്ടർ ഔട്ട് ചെയ്യാം, എങ്ങനെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം, എങ്ങനെയാണ് അതിനെ കണക്ട് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള ഗൈഡൻസ് നൽകുവാൻ വേണ്ടിയുള്ള ഒരു കണക്ഷൻ ഏജൻറ്റ് ഇല്ല. അവിടെയാണ് പ്രശ്നം.